അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെയേറെ ബഹുമാനമുള്ള സത്യാന്വേഷികളായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ നിന്ന് ശത്രുക്കൾക്ക് ആഘോഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനത്തിനുള്ളിലുള്ളവരെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി വളരെ കുൽസിതമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുരുങ്ങിയ സെക്കൻഡ് കേൾക്കുമ്പോൾ ആ കേട്ട വ്യക്തിയോട്, ആ സംസാരിച്ച വ്യക്തിയോട് വിരോധം തോന്നാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല. അയാളോട് ആർക്കെങ്കിലും വിരോധം തോന്നുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും വയ്യ. കാരണം കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി പുറപ്പെടുന്നൊരു സ്വഭാവം പൊതുവേ മനുഷ്യർക്കുണ്ട്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആളുകളുണ്ട്. എനിക്കേറെ അത്ഭുതം തോന്നുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഒരു ക്ലിപ്പിൻ്റെ വളരെ ചുരുങ്ങിയ സെക്കൻഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന, എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് മരിക്കണമെന്ന് കൊതിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അഥവാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 13 വർഷത്തോളം സംഘടനാപരമായി പഴക്കമുള്ള, ആദർശപരമായി പ്രവാചകന്മാരുടെ മുഴുവൻ പിന്തുണയുമുള്ള ഫിർഖത്തുന്നാജിയായ ഈ പ്രസ്ഥാനം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഒരു 4 വർഷവും 5 മാസവും, കൃത്യമായി പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ 4 വർഷവും 5 മാസവുമായി ഈ ക്ലിപ്പിനാസ്പദമായ എൻ്റെ വിഷയാവതരണം നടക്കുന്നത്. അരനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമ്മേളനം നടന്നത് 2022 മെയ് മാസത്തിലാണ്. മെയ് മാസം കൃത്യമായി പറഞ്ഞാൽ 20, 21 തീയതികളിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിൽ ഈ ഉള്ളവൻ്റെ പ്രസംഗം നടക്കുന്നത് ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമായ 21 തീയതിയാണ്. എൻ്റേത് ആ സമ്മേളനത്തിൻ്റെ ഒരു സമാപന പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ വളരെ ചുരുങ്ങിയ സെക്കൻഡ്, 30 സെക്കൻഡുകൾക്ക് താഴെയുള്ള ഒരു ക്ലിപ്പാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പം ആ ക്ലിപ്പ് കേൾക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും കാര്യം കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ അവർക്കുണ്ടാവാം. പക്ഷേ അള്ളാഹു, അതായത് കുതന്ത്രങ്ങൾ ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്ത്രശാലിയാണല്ലോ റബ്ബ്. അതുകൊണ്ട് ശത്രുക്കളിട്ട ക്ലിപ്പ് തന്നെ കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ്. അതിൽ പ്രമാണവിരുദ്ധതയില്ല, ദീനീ വിരുദ്ധതയില്ല, സംഘടനാ വിരുദ്ധതയില്ല. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ ഞാൻ ഈ മെയ് 21 നടത്തിയിട്ടുള്ള, 2022 മെയ് 21 നടത്തിയിട്ടുള്ള ഈ പ്രസംഗത്തിലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ആ ചുരുങ്ങിയ വാക്കുകൾ അന്ന് ഷുറൂത്തികൾ എന്ന് വിളിക്കപ്പെടുന്ന, അഥവാ സുബൈർ മങ്കടയുടെ പിന്മുറക്കാരായി പിന്നീട് ഷുറൂത്തികൾ എന്ന പേരിൽ ഇവിടെ അറിയപ്പെട്ടിട്ടുള്ള, ദമ്മാജികളെന്നും ഷുറൂത്തികളെന്നും ഒക്കെ അറിയപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരിപ്പോൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പല ക്ലിപ്പിങ്ങളുമിട്ട് സംഘടനയ്ക്കെതിരായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഘടനയ്ക്കെതിരാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ളൊരു തന്ത്രമാണ്. അന്ന് തന്നെ ഞാൻ പലരോടും വിവരിച്ചതാണ്. പക്ഷേ അന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തില്ല. പക്ഷേ ഈ സന്ദർഭത്തിലും അത് കൊണ്ടു നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന വിസ്ഡത്തിൻ്റെ പല ആളുകളും, എന്താണ് ബാലുശ്ശേരി ഇത്, ഞങ്ങൾ കെട്ടിത്തന്ന സ്റ്റേജിൽ നമ്മുടെ സംഘടനയെ നിങ്ങൾ എതിർക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ക്ലിപ്പ് വീണ്ടും കേൾക്കുന്നതും അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയതും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വ്യക്തത വരുത്തുക എന്നതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം. നമുക്കാദ്യമായി ശത്രുക്കൾ 4 വർഷം മുമ്പ് പ്രചരിപ്പിച്ച അതേ ക്ലിപ്പ്
ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എനിക്ക് മറ്റന്നാളൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട്, അത് സമസ്തയിൽപ്പെട്ട ആളുകളുണ്ട്, ശുറൂത്തികളിൽപ്പെട്ട ആളുകളുണ്ട്, KNMൽപ്പെട്ട ആളുകളുണ്ട്, പല ആളുകളും ഈ ക്ലിപ്പ് എടുത്തിട്ടുകൊണ്ട് സംഘടനയ്ക്കെതിരാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഞാൻ പോരുകയുണ്ടായത്, ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ശത്രുക്കൾ കട്ട് ചെയ്ത ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ശേഷം അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ആ പൂർണ്ണ രൂപം നിങ്ങൾ ഒരക്ഷരം വിടാതെ കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന ആ കൊച്ചു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വിസ്റ്റക്കാരോടും പറയണം, ഒന്നും തെറ്റിദ്ധരിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വിസ്റ്റം സംഘടന എന്നുള്ള ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവായി കളി. അത് ദുനിയാവിലും ശരിയല്ല, ആഖിറത്തിൽ തീരെയും ശരിയല്ല. ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സദസ്സിലുള്ള. എന്താ അറിയോ, ഇവരാരും കൂട്ടനില്ലാത്തൊരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഓർത്തോളി, ഇബ്രാഹിം നബി ഉണ്ടായിട്ട് ബാപ്പാക്ക് രക്ഷല്ല അവിടെ. എല്ലാവരും കേട്ടല്ലോ. ഈ പറഞ്ഞ ഭാഗം പോലും ഇസ്ലാം പഠിച്ച ഒരാൾക്ക് എതിർക്കാൻ അതിലൊന്നുമില്ല. ഒന്നും, ഒരു ചെറിയ അപാകത പോലും ആ വാചകത്തിലില്ല. കാരണം 2002 മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറെ പിളർപ്പുകളും വിവാദങ്ങളും ഉണ്ടായി. ആദർശത്തെക്കാളുപരി, ആശയത്തെക്കാളുപരി, പരലോകത്ത് രക്ഷപ്പെടുന്ന കാര്യങ്ങളെക്കാളുപരി ദുനിയാവിൻ്റെ കാര്യങ്ങളിലും സംഘടനാവശവാദിത്വത്തിലും അഭിരമിച്ചുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദിനും മർക്കസുദ്ദവയും ഒക്കെ ജീവിച്ചപ്പോൾ സംഘടനയല്ല പ്രധാനം, ആദർശമാണ് പ്രധാനം. സംഘടന ആ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഉപാധി മാത്രമാണ്. ആ നിലയ്ക്ക് സംഘടനയെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് രൂപപ്പെട്ട സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. വർഷങ്ങൾക്ക് മുമ്പ് കേരള നദുവത്തുൽ മുജാഹിദീന് ആദർശത്തേക്കാൾ വലുത് സംഘടനയായപ്പോൾ അന്ന് അവിടെ പറഞ്ഞ പദമാണത്. അന്ന് നമുക്ക് സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പം ആ വാചകം എന്നും പ്രസക്തമാണ്. കാരണം ആശയത്തേക്കാൾ വലുതായി സംഘടനയുമില്ല, നേതാവുമില്ല, വ്യക്തികളുമില്ല, ബാപ്പയില്ല, ഉമ്മയില്ല. ബാപ്പയെക്കാളും ഉമ്മയെക്കാളും കുടുംബത്തെക്കാളും നഷ്ടം വരുന്ന കച്ചവടത്തെക്കാളും എല്ലാം നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് എന്തിനെയാണ്? ഏറ്റവും സ്നേഹിക്കേണ്ടത് ദീനിനെയാണ്, അള്ളാഹുവിനെയും റസൂലിനെയാണ്. ആ രണ്ട് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജിഹാദിനെയാണ്. ഖുർആൻ 9-ാം അധ്യായം 24, ഖുർആൻ 58-ാം അധ്യായം 22, അതിലെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഈ 2022 മെയ് 21 നടന്ന പ്രഭാഷണത്തിലെ പ്രസക്തമായ ഭാഗം ഒരു 4 മിനിറ്റും 12 സെക്കൻഡും നിങ്ങൾ വളരെ സാഗൂതം കേട്ടാൽ അത്ഭുതകരമാണ് ആ കാര്യം. ഈ സാധുവായ എനിക്ക്, ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശുദ്ധമായി ഈ വിഷയത്തെ നേരിട്ട് നോക്കിക്കണ്ട എനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടായി. അതുകൊണ്ട് ഈ 4 മിനിറ്റും 12 സെക്കൻഡും വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും പാഴാവില്ല. അത് പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. സഹോദരങ്ങളെ, ആ ഭാഗം നമുക്ക് സാഗൂതം കേൾക്കാം. ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്, മരണം വരുന്നതിന് മുമ്പ് എൻ്റെ പ്രമാണത്തോടുള്ള സമീപനം കൃത്യമാണോ? ചെരുപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ കടങ്കഥ ഒക്കെ ചെയ്യും. അല്ല, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, ചെരുപ്പ്. അതുപോലെയാണ് ഒരു മുഅ്മിൻ. പ്രമാണം കണ്ട പിന്നെ അവൻ ഓടുകയില്ല, ചാടുകയില്ല, അവിടെ പോകും. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കും. എത്ര തെളിവാ ചരിത്രത്തിൽ. നബി മരിച്ചു എന്ന് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വൈലൻ്റായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഖുർആനിക വചനം ഉദ്ധരിച്ചു. 2 ഖുർആനിക വചനം. ഒന്ന് സൂറത്ത് സുമറിലെ, മാഷാ അല്ലാഹ്, സൂറത്ത് സുമറിലെ 32-ാമത്തെ ആയത്ത്. ആ 30 മുതൽ 42 വരെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഒന്ന് നബീൻ്റെ മരണമാണ് പറയുന്നത്, ഒന്ന് വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ എന്നുള്ളത്. 2 ആയത്ത്, ഒന്ന് സൂറത്ത് ആൽ ഇംറാനിലെ 144. ഈ 2 ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുവരെ വയലൻ്റായി നിൽക്കുകയാണ്. ആ ആയത്ത് കേട്ടപ്പോൾ പഞ്ചപുച്ഛമടക്കി ആയുധമൊക്കെ താഴെ വെച്ചൊരു കുട്ടിയെപ്പോലെ വിതുമ്പിക്കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകന്റെ ഒരു വചനം ഉദ്ധരിക്കപ്പെട്ടു. അപ്പോൾ ആർക്കും പിന്നെ അബൂബൈദയുടെ അവിടുത്തെ ടെൻറ്റിൽ വെച്ചുള്ള ചർച്ചയിൽ പിന്നെ ഓൽക്കെതിരെ അഭിപ്രായമില്ല, എല്ലാവരും അംഗീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരു തെളിവ് ഉദ്ധരിച്ചു. അബൂ ഹുറൈറ ഇബ്നു അബ്ബാസിന്റെ മുമ്പിൽ ഒരു തെളിവ് ഉദ്ധരിച്ചു. അപ്പടി തെളിവാന്ന് ബോധ്യപ്പെട്ടു. സമീന വഅതഅന ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി. സൂറത്ത് നൂറാണ്, സമയമല്ല, ഒരുപാട് ആയത്ത് ഞാൻ ഇവിടെ ഉദ്ധരിക്കും. അധ്യായം പറയും, നിങ്ങൾ നോക്കിയാൽ മതി. സൂറത്ത് നൂറ് 24-ാം അധ്യായമാണ്.
47 മുതൽ 54 വരെയുള്ള വചനം. അതിൽ അള്ളാഹ് ആദ്യം പറയുന്നത് എന്തറിയോ? ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയും, അള്ളാഹിനെ ഈ റസൂലിനെ അനുസരിച്ചു എന്ന് പറയും. സുമ്മയത്തവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. പിന്നെ അവർ തിരിഞ്ഞു കളയും. ആദ്യത്തിലൊക്കെ പ്രമാണം അംഗീകരിച്ചു, പിന്നെ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ ദീനിൽ നിന്ന് അകന്നുപോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം എന്നതാണ്. നിങ്ങളോട് ഞങ്ങൾക്കൊരു പിണക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും PN അബ്ദുൽ ലത്തീഫ് മദനിയും. ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം ജാമിയത്തുൽ ഹിന്ദും മിസ്റ്റവും കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം. ഇനി വാശും വക്കണവും വേണോ? കക്ഷിത്തമാണ് നമ്മളത് തെറ്റിക്കുന്നത്. നല്ല സൂറത്ത് ബഖറയിൽ 137 പറഞ്ഞിട്ടുണ്ട്. മിനല്ലദീന ഫറഖു ദീനഹും വകാനൂ ശിഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 32-ാമത്തെ വചനമാണ്. കക്ഷിത്വത്തിൽ അഭിരമിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭ്രാന്ത് തലക്ക് മുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിസ്റ്റക്കാരോടും പറയണം, ഒന്നും തെറ്റിദ്ധരിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വിസ്റ്റം സംഘടന എന്നുള്ള ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവായിക്കളി. അത് ദുനിയാവിലും ശരിയല്ല, ആഖിറത്തിൽ തീരെയും ശരിയല്ല. എന്ന് മൻഹജു സലഫ് ഫൈസൽ മൗലവി വിടുന്നോ? ഞാൻ ഇന്നലെ PN ഇരുത്തി പറഞ്ഞു, എന്ന് നിങ്ങൾ വിട്ടു എന്ന് ഞങ്ങളുടെ സ്വതന്ത്ര മനസ്സിന്, ഇന്നോളം പഠിപ്പിക്കപ്പെട്ട മനസ്സിന് നിങ്ങൾ തെറ്റിപ്പോണ്ടെന്ന് തോന്നിയ അപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും ചെയ്യും. സലാം പറഞ്ഞ് പെണുങ്ങൊന്നുമില്ല, സലാം പറഞ്ഞ് ഞങ്ങൾ മെല്ലെ പോവുകയും ചെയ്യും. ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സദസ്സിലുള്ള. എന്താ അറിയോ? ഇവരാരും കൂട്ടിനില്ലാത്തൊരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഓർത്തോളേ, ഇബ്രാഹിം നബി ഉണ്ടായിട്ട് ബാപ്പാക്ക് രക്ഷല്ല. അവിടെ 950 വർഷം തൗഹീദ് പറഞ്ഞ് ഉലുൽ അസ്മിൻ്റെ പ്രവാചകനാ നൂഹ് നബി. പക്ഷെ നൂഹ് നബിൻ്റെ ഭാര്യയ്ക്ക് അവിടെ രക്ഷല്ല, മോന് രക്ഷല്ല. ഫക്കാല അന റബ്ബുക്കുമല്ല എന്ന് പറഞ്ഞ ഫിറൗന്റെ ഭാര്യ അവിടെ ഉണ്ട്. രക്ഷയുണ്ട്, രക്ഷയുണ്ട്. ഇന്നക്കല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത്. എന്താ പ്രയോഗം? നീ ഇഷ്ടപ്പെട്ടവരെ. അപ്പൊ ബൗദ്ധൈവ വിശ്വാസിയായ മൂത്താപ്പാന നബിക്ക് ഇഷ്ടായിരുന്നു എന്ന് വന്ന് അല്ലേ? വന്നില്ലേ? ഒറ്റ ആയത്തുനിന്ന് വന്നില്ലേ? അത് 28-56 ഇന്നക്കല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത്. നിനക്ക് പിരിശുള്ള, ഹുബുള്ള, ഇഷ്കുള്ള, ഇഷ്ടമുള്ള നിന്റെ മൂത്താപ്പാക്ക് അള്ള ഹിദായത്ത് കൊടുത്തോളന്നില്ല. നീ വിചാരിച്ചവർക്ക് കിട്ടൂല്ല, അള്ള ഉദ്ദേശിച്ചവർക്കേ കിട്ടൂന്ന്. അപ്പം മൂത്താപ്പ അവിടെ അരകത്തില്ല. അപ്പോൾ സഹോദരങ്ങളെ, 4 മിനിറ്റും 12 സെക്കൻഡുമുള്ള ഈ ക്ലിപ്പ് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ്. യാതൊരു വശവാദിത്വവുമില്ലാതെ എന്നോടുള്ള വിരോധം മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പദങ്ങൾ കേട്ടാൽ വ്യക്തമാണ്. പിന്നെ അതിനിടയിൽ നിന്ന് ആ ഭാഗം കട്ട് ചെയ്തതിൽ പോലും ഞാൻ പറയുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ എന്തോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരുടെ ക്ലിപ്പാണ് കേൾക്കുന്നതെങ്കിലും അത് ഫുള്ള് കേൾക്കാതെ, അതിൻ്റെ അപ്പുറം അറിയാതെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ച് ഒന്നും തോന്നാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രം മുഴുവൻ പരിശോധിച്ച് അങ്ങ് കാണാൻ പറ്റും. ആരും കൂട്ടിനില്ലാത്ത ഒരു ലോകം വരാനുണ്ട്. പിന്നെ സംഘടനാ ഭ്രാന്ത്, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? സംഘടനാ ബോധം വേണം, സംഘടനാ പ്രവർത്തനം വേണം, സംഘടനയിൽ പ്രവർത്തിക്കണം, ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോകരുത്, ഒറ്റപ്പെടരുത്, സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ 9-ാം അധ്യായം 119-ാമത്തെ വചനമാണ്. ഫുട്ബോൾ കളിക്കാം, ആരെങ്കിലും തെറ്റ് പറയോ? ഫുട്ബോൾ ഭ്രാന്തായാലോ കളി. അപ്പോൾ സംഘടനാ ഭ്രാന്തുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ട് എന്ന് അതിലൊരു വാചകമില്ല. വിശ്വത്തിൽ ആർക്കെങ്കിലും സംഘടനാ ഭ്രാന്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ സംഘടനയ്ക്കെതിരാണെന്ന് പറയാം. മറിച്ച് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ പറയല്ലോ ഒരു സദസ്സിൽ നോക്കി, ആർക്കെങ്കിലും ഈ സംഘടനയിൽ പ്രവർത്തിക്കുക വഴി ദുനിയാമോഹമാണെങ്കിൽ അതങ്ങ് ഒഴിവായിക്കളി. അത് ശരിയല്ല. ഈ ദുനിയാവിലെ ആഖിറത്തിൽ നമുക്ക് അത് പ്രയോജനം ചെയ്യില്ല. ആർക്കെങ്കിലും റിയാ എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ദുനിയാവിലെ ആഖിറത്തിലും അത് ഉപകാരപ്പെടില്ല. എന്താണ് ആ വാചകത്തിൽ തെറ്റ്? പറ സഹോദര, എന്ത് കുറ്റമാണ് ആ വാചകത്തിലുള്ളത്? മാത്രവുമല്ല, സൂറത്ത് ബഖറയുടെ 165, 166, 167 ഇതാ പഠിപ്പിക്കുന്നത്. നേതാക്കന്മാരും അനുയായികളും വേർപെട്ടു പോകുന്ന അവിടെ പറയുന്നത്, അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ വ അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. അതാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം മുമ്പ് നമ്മുടെ സംഘടനയിൽ പല ആളുകൾക്കും സംഘടനാ ഭ്രാന്തുണ്ടായിരുന്നു. ആദർശത്തേക്കാൾ വലുത് മർക്കസു ദേവ ആസ്ഥാനമായവർക്കും KNM-നും സംഘടനയായി തീർന്നു.
അതുകൊണ്ട് ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ആദർശം ഇതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പിന്നെ സംഘടനയ്ക്ക് വേണ്ടി ആ ആദർശം മാറ്റിവെച്ച് വിഷ്ടത്തിലെ പ്രവർത്തകരോട് ശിർക്ക് ആരോപിച്ചു. ഇനി ഈ 4 മിനിറ്റും 12 സെക്കൻഡിലെ ഒരു പ്രസക്ത ഭാഗം ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി കേൾപ്പിക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങളോട് ഞങ്ങൾക്കൊരു പണക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും PN അബ്ദുൽ ലത്തീഫ് മദനിയും. ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം ജാമിയത്തുൽ ഹിന്ദും മിസ്റ്റവും കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അവിടെ ഞാൻ പറഞ്ഞെന്താ, ജാമിയത്തുൽ ഹിന്ദും വിസ്റ്റം എന്ന സംഘടനയും കഴിഞ്ഞകാല നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പൂർവികരായ പ്രബോധക സംഘങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, ഉലമാക്കൾ, ജമിയത്തുൽ ഉലമ ഏതൊരു ആദർശത്തിൻ്റെ റൂട്ടിലാണോ അവിടെയാണ് വിസ്റ്റം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിസ്റ്റത്തെ നെഞ്ചിലേറ്റുന്നത്. എന്നിട്ടാണ് പറയുന്നത് എന്ത്, കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയതുപോലെ നമുക്ക് പറ്റരുത്. അങ്ങനൊരു സംഘടനാ ഭ്രാന്തുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും രക്ഷ നൽകുന്നതല്ല. വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങളത് തുറന്ന് മനസ്സിലാക്കുക. ഇതേ കാര്യം ഫൈസൽ മൗലവി പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഡയറക്ടർ പോസ്റ്റിലൊക്കെ ഇരുന്ന നമ്മുടെ പണ്ഡിത ചർച്ചയിൽ ഏറ്റവും കൂടുതൽ കിതാബ് ഉദ്ധരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ആദരണീയനായി ഫൈസൽ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സഹോദര, അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കൂടി കേട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. വിസ്റ്റം സംസ്ഥാന കമ്മിറ്റി എന്താണ് പറയാണ്, ഈ 4 ഹദീസ് നമുക്ക് ശരിയാവില്ല, അത് നമ്മൾ സ്വീകരിക്കണില്ല എന്ന് ഒരു സർക്കിൾ നോക്കട്ടെ, ഉണ്ടാകാം, പോയി പണി നോക്കിയാൽ അതുണ്ടാവുള്ളൂ. അല്ല, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തീരുമാനിച്ചാണ് ഒരു തൽക്കാലം ഞാൻ ഹദീസ് വേണ്ടാന്ന് ഒരു വിസ്റ്റത്തിലെ സാധാരണ പ്രവർത്തകൻ പോലും വിചാരിക്കൂല. അത് വിസ്റ്റം റൂട്ട് മാറി എന്നേ പറയുള്ളൂ. അപ്പോൾ അതിനെതിരെ പോരാടും. അതുകൊണ്ടാണ് നമ്മൾ ഭിന്നിപ്പുണ്ടാകുന്നത്. KNM ഈ ഹദീസ് വിഷയത്തിന് വഴിവെച്ചപ്പോൾ നമ്മൾ ഒന്നിച്ച പോലെ സമ്മതിക്കാൻ പറ്റൂല. ഞങ്ങളൊക്കെ പുറത്താക്കി ആയിക്കോട്ടെ, പുറത്താക്കിയാലും വീടില്ല, ഇത് സമ്മതിക്കൂലാണ്. അതാ മുജാഹിദീങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ സംഘടന തീരുമാനിച്ചാണ് അവിടെ ആ ആയത്ത് വേണ്ട, ഈ ഹദീസ് വേണ്ട, ഇത് മനഹജിനെതിരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനാളെ കിട്ടൂല. ഹക്ക് പറയുന്ന കാലത്തോളം ഇതിനെ കൂടെ നിൽക്കും. അതിനെതിരെ പറഞ്ഞാലോ പ്രതികരിക്കാൻ നോക്കും. പ്രതികരിച്ചിട്ടും മാറ്റമില്ലെങ്കിലോ ശരി, പോണേക്ക് പോട്ടെ, നമുക്ക് വേറെ വഴി ഉണ്ടാകും എന്ന് വിചാരിക്കും. അതാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു നയം. അത് നമ്മളാണ് യോഗം കൂടിയാണ്ട് ദീൻ തീരുമാനിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിനേക്കാൾ വ്യക്തമായി ഭയങ്കരമായൊരു ക്ലാരിറ്റിയല്ലേ സുഹൃത്തുക്കളെ ഈ പറഞ്ഞത്. ഇത്രേ ആ ഉദ്ദേശത്തിലുള്ളൂ. KNM സംഭവിച്ച് നമ്മൾക്ക് സംഭവിക്കാതിരിക്കാനാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എപ്പോഴും പച്ചവെള്ളം കണ്ടാലും ബേജാറാവുമല്ലോ. ആ ബേജാറ് ആദർശത്തേക്കാൾ സംഘടന ഭ്രാന്തുള്ളത് കൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരിത്തിരി ബുദ്ധിയുള്ള ആർക്കത് മനസ്സിലാകും. ശുറൂത്തികൾ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ, നമ്മുടെ ഐക്യം തകർക്കാൻ അവർ നോക്കുമ്പോൾ ഏറ്റവും കെട്ടുറപ്പോടുകൂടി പോകുന്നത് നമ്മളാണ്. കാരണം ശുറൂത്തികളുടെ കൂട്ടത്തിൽ തന്നെ അവർ 5 6 10 ആളുടെ 10 ഗ്രൂപ്പാണ് അവർ, 10 സംഘമാണ് അവർ, വ്യത്യസ്ത അഭിപ്രായമാണ് അവർക്ക്. അതുകൊണ്ട് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാ ബഅ്ദിൻ, സൂറത്ത് തൗബ 71 പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെയാകണം. പടച്ചോൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും എന്ന കാര്യമാണ്. കുഫറിനോട്, സത്യനിഷേധത്തോടൊക്കെ കഠിന നിലപാടും, സത്യവിശ്വാസികൾ തമ്മിൽ റഹ്മത്തുമാണ് വേണ്ടത്, കാരുണ്യമാണ്. വിരോധമോ അസൂയയോ വിദ്വേഷമോ ഒന്നും നമുക്കാർക്കും പാടില്ല. നമുക്കതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ കരുതുക, ശ്രദ്ധിക്കുക. നമുക്ക് മാത്രമാണെന്ന് കേരളത്തിൽ ഭംഗിയായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മൻഹജ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. നമ്മളത് ഗംഭീരമായി നിർവഹിക്കുന്നുണ്ട്. ഇനിയും ഉത്തരോത്തരം നമ്മുടെ ലീഡേഴ്സിന് അത് സാധ്യമാകുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. വളരെ വ്യക്തമായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ ക്ലിപ്പൊക്കെ എന്നെ കാണിച്ച് ദേഷ്യം പിടിച്ചവരും ഇപ്പോൾ ഇത് ക്ലിയറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് ഐക്യമുണ്ടാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.